ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമിറങ്ങി. ഈ മാസം 17 പത്രിക നൽകാനുള്ള അവസാന തീയതി. BJP സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ചർച്ച തുടങ്ങി. ഫെബ്രുവരി 5 വോട്ടെടുപ്പ്. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന്. PR സുനിൽ, ഇനി ഒരു മാസം തികച്ചില്ല. കൃത്യമായി പറഞ്ഞാൽ 25 ദിവസമേ ഉള്ളൂ കയ്യിൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രചാരണത്തിലേക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ പട്ടികയിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ദില്ലിയിലെ ഒരുക്കങ്ങൾ? സുജിയ, ആം ആദ്മി പാർട്ടി മാത്രമാണ് ഇതുവരെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസും BJPയും ഇനിയും കുറെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. BJPക്ക് 41 സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കോൺഗ്രസിന് 26 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഏതായാലും BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നോ നാളെയായി തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് BJPയും നടത്തുന്നത്. 17 തീയതിയാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച എല്ലാ പാർട്ടികൾക്കും പ്രചരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങേണ്ടതുണ്ട്. 13 തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ റാലി ദില്ലിയിൽ നടക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച അരവിന്ദ് കെജ്രിവാളിന്റെ റാലിയും ദില്ലിയിൽ നടക്കാൻ പോകുന്നുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ റാലിയും അടുത്ത ആഴ്ച മുതൽ ദില്ലിയിൽ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ചൂടുപിടിച്ച ചർച്ചകൾ BJPയിലും കോൺഗ്രസിലുമൊക്കെ തന്നെ ഇപ്പോൾ സജീവമായി തുടരുകയാണ്. ഏതായാലും ദില്ലിയിൽ വലിയ രാഷ്ട്രീയ പോരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടക്കുന്നത്. ഇന്ത്യ സഖ്യം ആകെ പൊളിഞ്ഞ് തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് ദില്ലിയിലുള്ളത്. ഇന്ത്യ സഖ്യം പിരിച്ചുവിടണമെന്നാണ് ഇന്നലെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടത്. ബീഹാറിൽ നിന്ന് തേജസ്വി യാദവും RJD നേതാവ് തേജസ്വി യാദവും ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഇതിനുണ്ട്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളും കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമൊക്കെ തുടരുന്നതിനിടയിലാണ് ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ചൂടുപിടിച്ച് BJPയിലും കോൺഗ്രസിലും നടക്കുന്നു. പ്രചരണ പരിപാടികൾ ചൂടുപിടിച്ച് ആം ആദ്മി പാർട്ടിയിലും തുടരുന്നു. PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.